ഇന്ന് ഉത്രാടം ഓണം വരവേൽക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും നാട്ടിലെല്ലാവരും. പക്ഷെ ഞാൻ ദേ ഇങ്ങോട്ട് ആഫ്രിക്കയിൽ എൻ്റെ ഭർത്താവിൻ്റെ പിറന്നാളിന് സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ കാലത്ത് തന്നെ ചേട്ടാ ഈ ജിമ്മിൽ പോയ ഗ്യാപ്പിലാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തത്. ദീപയിൽ കണ്ടൊരു ചീരൽ ഇത്ര മതി, എനിക്ക് ഇങ്ങനെ സർപ്രൈസ് റൂമിൽ ഇത്രയും ചിരിച്ചാൽ മതി. ഞാൻ കൊടുക്കണ സർപ്രൈസ് ചേട്ടായി സന്തോഷമായി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ലക്കിയുടെ വക ചെറിയ ഗിഫ്റ്റ് അച്ഛനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ലക്കി തന്നെ ലക്കിയുടെ കൈ കൊണ്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാട്ടോ. പക്ഷെ ലക്കിക്ക് അറിയില്ലായിരുന്നു ഇത് അച്ഛനും കൊടുക്കാൻ പോണ ഗിഫ്റ്റാണ്. അവളെ ഞാൻ തന്ത്രപൂർവ്വം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിപ്പിച്ച്. കാരണം അല്ലെങ്കിൽ അവൾ ചേട്ടായോട് നേരിട്ട് ചെന്ന് പറയും. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ അതേ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വട്ടം പിറന്നാളിന് ചെയ്യുന്നതാണ്. പക്ഷെ ചേട്ടായിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ സദ്യ കഴിക്കാനൊക്കെ. എൻ്റെ അച്ഛൻ നിർബന്ധത്തിലാണ് കഴിക്കുന്നത്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വട്ടം വാഴയിലേക്ക് നല്ല ക്ഷാമമായിരുന്നു. അതുകൊണ്ട് പപ്പയ്ക്കും അമ്മയ്ക്കും ഫുഡ് കൊടുത്തപ്പോൾ അവർക്ക് വാഴയിൽ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ.